ഹലോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കപ്പൽ ജോയി എന്നു പേരുള്ള വളരെ വലിയ ഒരു വ്യവസായ പ്രമുഖൻ്റെ ഒരു വീടിൻ്റെ മതിലിൻ്റെ മുൻപിലാണ്. ഞാനിത് കാണുവാൻ വേണ്ടി മാത്രം ഇപ്പം മാനന്തവാടി വന്നപ്പം ഈ വീടൊന്ന് കാണണമെന്ന് വലിയൊരു മനസ്സിലൊരാഗ്രഹമാണത്. വള്ളിയൂർക്കാവ് മാനന്തവാടി റോഡിൽ, മാനന്തവാടി ബീവറേജ് റോഡിൽ ഏകദേശം ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 300 മീറ്റർ അകന്നു മാറിയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഗൈസ്. ഇത് ഫുള്ള് മതിൽക്കെട്ടിൻ്റെ 4 പാടും മതിൽക്കെട്ടുകളാണ്. ഫുള്ള് ദുബായിലുള്ള പനകളാണെന്ന് നമുക്ക് തോന്നുന്നു. ദുബായ് ഫുള്ള് പന ഒക്കെയാണ്. ഇതൊരു വലിയ വളവ്. ഈ വളവിൽ തന്നെ നമ്മുടെ മിൽമയുടെ ഒരു ബൂത്തുണ്ട്. മിൽമയുടെ പാല് കളക്ഷൻ ചെയ്യുന്നതും മിൽമയുടെ ഒരു പാല് സംഭരിക്കുന്നതും പാല് കവറിലാക്കി വിൽക്കുന്നതുമായ ഒരു സെൻറ്റർ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. നമ്മൾ ആ വീടിൻ്റെ മതിലിങ്ങനെ യാണ്. അപ്പം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു 44,000 സ്ക്വയർ ഫീറ്റിലാണെന്നാണ് നമ്മൾ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഒരു ഷിപ്പ് ജോയ് എന്ന് നമ്മൾ യൂട്യൂബിൽ അടിച്ചു കൊടുക്കുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ടും ഈ വിവരങ്ങൾ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് അറിയാം. ഇത് മിൽമയുടെ ഒരു പാർലറാണ്. ഒരു ലോറി മിൽമയുടെ പാല് ശേഖരിക്കുന്നതിന് വേണ്ടി മിൽമയുടെ ബൂത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയല്ല ഗൈസ്, അതവിടെ എന്തോ ഒരു സെറ്റപ്പിന് വേണ്ടി അതവിടെ തിരിക്കുകയാണ്. പാല് ശേഖരിക്കുന്നൊരു വാഹനം തൊട്ട് പുറകിൽ നമുക്ക് കാണാം. അപ്പം നമുക്ക് ഈ വീട് എങ്ങനെയാണ്, നമുക്ക് ഈ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പ്രവേശിക്കാൻ വേറെ ഒരു വഴിയുണ്ടെന്നാണ് ഇന്നത്തെ തൊട്ട് അടുത്തുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽക്കുന്ന, വയറിങ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയിലെ ജീവനക്കാരൻ പറഞ്ഞത്. അപ്പം ഇവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. വിശുദ്ധ തോമാസ് ലീഹ, വിശുദ്ധ ഗീവർഗീസ്, പരിശുദ്ധ അമ്മ അൽഫോൻസാമ, വിശുദ്ധ യൂദാ തദേവൂസ് എന്നീ 5 വിശുദ്ധന്മാരാണ് ഈ വീടിന്. കപ്പൽ ജോയിയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലം മുഴുവൻ മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ജീവിച്ചിരിക്കുന്നവർക്ക് ബാധ്യസ്ഥരാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ വീടിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചിത്രീകരിക്കേണ്ടതുണ്ട്. വീടിൻ്റെ ഗേറ്റിൻ്റെ പുറകു ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്കിന്ന് വീടിൻ്റെ അകത്തോട്ട് നമുക്കൊന്ന് പ്രവേശിച്ച് നോക്കാം. ഫുള്ള് ഗേറ്റിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗേറ്റാണ്. വീടിൻ്റെ ഏകദേശം കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഫുള്ള് ഗേറ്റാണ്. നല്ല തണൽ തരുന്ന ഫുള്ള് പച്ചിലകൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഫുള്ള് സെക്യൂരിറ്റി കാവലാണ്. നമുക്ക് അകത്തേക്കൊന്ന് പ്രവേശിക്കാം. ഈ റോഡേ അങ്ങ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത് നമുക്ക് സെക്യൂരിറ്റിയിലെ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനമുണ്ടോ എന്ന്.
സെക്യൂരിറ്റിയുടെ ഒരു റൂം മാത്രമേ ഇവിടെ ഉള്ളൂ ഗൈസ്, ആരുമില്ല. ക്യാമറയൊക്കെ തിരിച്ചു വച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ട് സമീപത്തായിട്ട് നമുക്കൊരു മീൻ കുളമുണ്ട്, ഒരു കിണറുണ്ട്. കിണറ്റിൽ ഏകദേശം നല്ല ശുദ്ധ വെള്ളമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കുളം മീൻ വളർത്തുന്ന കുളമാണെന്നാണ് നമ്മൾ കണ്ടിട്ട് തോന്നുന്നത്. എന്നിട്ടിപ്പോൾ മീൻ ഒന്നും നമുക്ക് ദൃശ്യമാകുന്നില്ല. മുളയുണ്ട്, മുള, നല്ല മുള. ഈ മുള കൊണ്ടാണ് പുട്ടുകുറ്റിയൊക്കെ ഉണ്ടാക്കുന്നത് ഗൈസ്. പുട്ടുകുറ്റി അതുപോലെ മുള കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒത്തിരി സംഭവങ്ങൾ നമുക്കുണ്ട്. ചുറ്റിനും മതിൽക്കെട്ടോട് കൂടിയിട്ടാണ് ഈ വീടും പരിസരവും ഒക്കെ കപ്പൽ ജോയ് ചേട്ടൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ഉള്ളിലോട്ട് പ്രവേശിക്കാം. റോഡിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നല്ല ഒരു അരിക് ഫുട്പാത്തെല്ലാം ഈ റോഡിന് സൈഡിലായിട്ട്, അതായത് ഈ വീട്ടിലേക്ക് നടക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീടിനോട് നമ്മൾ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ആ വീടിൻ്റെ അതിഗംഭീരമായ ഗംഭീരമായ ഭംഗി നമുക്ക് ആസ്വദിക്കാം. ഇവിടെ എങ്ങാണ്ടാണ് നമ്മൾ 2020 കപ്പൽ ജോയ് ചേട്ടൻ്റെ മൃതശരീരം സൂയിസൈഡ് ചെയ്ത് ദുബായ് പോലീസിനെ പേടിച്ച് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ പെട്ടെന്ന് 5 മിനിറ്റേക്ക് നമ്മൾ പുറത്തേക്കൊന്ന് പോയിട്ട് വരുമെന്ന് പറഞ്ഞ മനുഷ്യൻ 14ാം നിലയിൽ നിന്നും ചാടി ജീവിതം അവസാനിപ്പിച്ചപ്പോൾ എല്ലാം നഷ്ടമായത് ഈ ഗംഭീരമായ ഈ വീട് അയാൾ ആശിച്ച് മോഹിച്ച് തൻ്റെ സ്വപ്നം പൂർത്തിയാക്കി പണിത വീടാണ്. പുള്ളിക്കാരനൊന്ന് കിടക്കാനായിട്ട് പുള്ളിയുടെ ശവശരീരമാണ് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഗൈസ്. സുഹൃത്തുക്കളെ, നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടൊന്നും പ്രവേശനമില്ല. പുറം മൂടി നമുക്ക് ആസ്വദിക്കാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. മതിൽക്കെട്ടുകളും മറ്റും ആണ്. ഇവിടെ സോളാർ പാനൽ വെച്ചിരിക്കുന്ന ഒരു കെട്ടിടമുണ്ട്. അവിടെ നമുക്കൊന്ന് കയറി നോക്കാം. കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, എന്നാലും നോക്കാം. ഇതിലൂടെയാണെന്ന് ഇത് വീടിൻ്റെ സോളാർ പാനലാണെന്ന് തോന്നുന്നു. വീടിൻ്റെ മോട്ടോറാണ്. മോട്ടോർ പമ്പിലേക്ക് ഇറങ്ങുന്ന ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്റ്റെപ്പാണ്. മിനറൽ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു റൂമാണെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. മോട്ടറും അതുപോലെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തോട്ട് പോവുകയാണ് ഗൈസ്. പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. വീട് പിന്നെയും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മൊത്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. വീടിൻ്റെ വേറെ ഒരു ഭാഗമാണ്
സ്വിമ്മിംഗ് പൂളോ? ഈശോയേ, സ്വിമ്മിംഗ് പൂളുണ്ട് ഗൈസ്. നീന്തി തുടിക്കാൻ കഴിയുന്ന സ്വിമ്മിംഗ് പൂള്. ഫുള്ള് അഴുക്ക് വെള്ളമാണ്. എത്രയോ കൊല്ലങ്ങളായിട്ട് ഇതിങ്ങനെ കിടക്കുന്ന ഒരു ജലമാണ്. ഏകദേശം നല്ല ആഴമുണ്ട്. നീന്തി നല്ല ആഴത്തിലാണ് പണിഞ്ഞു വച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അടിഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഗൈസ്. കാരണം അടിയിൽ മൊത്തം അഴുക്കും പായലും നിറഞ്ഞ് കവിഞ്ഞത് കൊണ്ട് നമുക്ക് അടിഭാഗം കാണാനായിട്ട് സാധിക്കില്ല. ഫുള്ള് മതിൽക്കെട്ടാണ്. 4 സൈഡും മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ്. അതായത് ജയിൽ എങ്ങനെയാണോ അതുപോലെയാണ് ഈ വീട്. ആർക്കും പുറത്തുനിന്ന് അനധികൃതമായിട്ട് ഇങ്ങോട്ട് പ്രവേശനമില്ല ഗൈസ്. സുഹൃത്തുക്കളെ, ഉള്ളിൽ ജിമ്മൊക്കെ ഉണ്ട്. ജിമ്മൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചെസ്റ്റിനും അതുപോലെ കൈയുടെ മസിലുകളൊക്കെ വികസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജോയിച്ചേട്ടൻ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ജിമ്മ്. ഈ പ്രതിബിംബത്തിലൂടെ നമ്മുടെ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഡോറ് തുറക്കുമ്പോൾ തന്നെ ഇത് ഫ്രഷ് ആവാനുള്ള റൂമാണ്. ജിമ്മ് ചെയ്യുന്നതിന് മുമ്പ് കുളിക്കുവാനോ ജിം ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നതിന് വേണ്ടി ജോയിച്ചേട്ടൻ മനസ്സിൽ ആദ്യമേ കരുതി നിർമ്മിച്ചതാവാം. നമ്മുടെ ടോയ്ലറ്റാണ്. ജിം സെൻറ്ററിലേക്ക് നമുക്ക് കടക്കാം. സൈക്ലിങ്, ബോഡി ചെസ്റ്റിങ് എല്ലാം ഉണ്ട്. ഓണാക്കിയപ്പോൾ ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഗൈസ്. നമുക്കിന്നെ ഈ സ്റ്റോപ്പ് ബട്ടൺ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ജിം സെൻറ്റർ എല്ലാം കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. പിന്നെയും നമ്മൾ വീടിൻ്റെ ഏകദേശം പുറകു ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫുള്ള് അടിപൊളി ഒരു വീടാണെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. ഒരു മനുഷ്യനും ഇല്ല. CCTVയിലൂടെ ആരെങ്കിലും കാണുന്നുണ്ടാകാം. കണ്ടാലും നമുക്ക് നമ്മൾ കണ്ണൂരിൽ നിന്നും കൊട്ടിയൂരിൽ നിന്നും വന്നതാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ യാദൃച്ഛിക കാര്യങ്ങൾ, നമ്മുടെ സത്യാവസ്ഥ അവരെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കും. നമ്മൾ മറ്റു വീടിൻ്റെ ഒരു ബാൽക്കണിയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയും നമുക്ക് ഒരു ഗേറ്റ് നമുക്ക് കാണാം. ആ ഗേറ്റും അടഞ്ഞു കിടക്കുകയാണ് സുഹൃത്തുക്കളെ. അലങ്കാര പനകളാൽ സമ്പുഷ്ടമാക്കി ഇവിടെ മൊത്തം ജോയിച്ചേട്ടൻ നിർമ്മിച്ചിരിക്കുകയാണ്, നട്ടുപിടിപ്പിച്ചിരിക്കുന്നുണ്ട്. ഈ മേലോട്ടുള്ള സ്റ്റെപ്പ് വഴി ഒന്ന് കയറി നോക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഫുള്ള് പച്ചില കാടുകളാണ്. ഓഫീസ് റൂമാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്.
മുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കാഴ്ചകൾ കാണുന്ന തുണിയൊക്കെ വിരിച്ചിടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. ഇവിടെ വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ട്. കോണിപ്പടി ഒന്ന് നമുക്ക് കയറി നോക്കാം. സോളാർ പാനൽ വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മുകളിലേക്ക് എത്തിയിരിക്കുന്ന ഗൈസ്. ഫുള്ള് ചുറ്റുപാടും കാടുകളാണ്. വാട്ടർ ടാങ്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വാട്ടർ ടാങ്കിൽ നമുക്ക് 3 വാട്ടർ ടാങ്കുകളാണ് വെച്ചിരിക്കുന്നത്. 4 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. ഈ 4 എണ്ണം നമുക്കൊന്ന് തുറന്ന് പരിശോധിക്കാം. ഇതെന്തോരം അഴുക്കുണ്ടെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പൊന്നു മക്കളെ, ഇതാണ് ഈ വാട്ടർ ടാങ്കിലെ അവസ്ഥ. മൊത്തം അഴുക്കാണ്, മൊത്തം കരി പോലത്തെ ചെളിയാണ്. ഇതുതന്നെയായിരിക്കും ബാക്കി 3 ടാങ്കിലും. ഈ ഒരു ടാങ്കിൻ്റെ അവസ്ഥ നമുക്ക് കണ്ടു നോക്കാം. ഇതും വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. ചെളി മാത്രമേ ഉള്ളൂ ഗൈസ്. കൊതുകിൻ്റെ കൂത്താടികൾ മാത്രമുള്ളൂ. മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് മൊത്തം വീടിൻ്റെ മുകൾ ഭാഗമാണ്. ഒരു സൈഡ് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കൂ. സ്വിമ്മിംഗ് പൂളൊക്കെ നമ്മൾ ഫുള്ള് റബ്ബർ തോട്ടമാണ് ഈ കാണുന്നത്. സ്വിമ്മിംഗ് പൂളൊക്കെ ഇങ്ങനത്തെ അവസ്ഥയിലാണ് കാണുന്നത്. അവിടെയൊക്കെ റബ്ബർ ഉണങ്ങി നിൽക്കുന്നു. കാണുന്ന ഒരു ടവർ, BSNL ജിയോ മറ്റോ ടവർ ഉണ്ട്. താഴേക്ക് ഇറങ്ങുകയാണ്. ഈ പറമ്പിലേക്കുള്ള വെള്ളം എടുക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു കുളമാണെന്നാണ് ഇവിടെ കരുതുന്നത്. മതിൽ കെട്ടുകളാണ്. നമുക്ക് താഴേക്ക് ഇറങ്ങാം. നമ്മളങ്ങനെ കോണിപ്പടി താഴെ എത്തി ഗൈസ്. ഇനി നമ്മൾ താഴേക്കാണ് പോകുന്നത്. ഇനി വീണ്ടും താഴേക്ക് ഇറങ്ങണം. ശേഷം താഴെ എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മൾ വീടിൻ്റെ മറ്റേ ഒരു സൈഡും കൂടെ കാണുന്നതിന് വേണ്ടി നമ്മൾ പോവുകയാണ്. ശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയപ്പോൾ നമുക്ക് വേറൊരു കാർ പോർച്ചിങ് സംവിധാനം ആണ് നമ്മൾ കാണുന്നത്. ജോയിച്ചേട്ടൻ്റെയും ഭാര്യയുടെയും അനിയൻ്റെയും മറ്റ് അവരുടെ രക്തബന്ധങ്ങളുടെ എല്ലാം കാറുകൾ ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ഏരിയയാണിത്. മറ്റേ സൈഡാണ് ഈ കാണുന്നത്. മൊത്തം പറഞ്ഞ ഏകദേശം 45,000 അടി സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നതെന്ന് അർത്ഥം. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ. ഇത് എന്ത് ഒരു പഴമാണെന്ന് നമുക്കറിയത്തില്ല. ഒത്തിരി മാങ്ങ പോലെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്.
പഴയ നമ്മുടെ കടച്ചക്ക പോലെയാണ് ഇത്. കൗതുകത്തിൻ്റെ എന്തോ ഒരു വൃക്ഷമാണെന്ന്, തണൽ മരമാണെന്നാണ് നമ്മുടെ സങ്കല്പം. ജനറേറ്റർ സെറ്റപ്പാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒച്ചയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ജനറേറ്ററാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ വോൾട്ടേജ് പവർ നമുക്ക് എത്രയാണെന്ന് നമുക്ക് കാണാം. വൈദ്യുത KSEBയുടെ ശക്തി ഏകദേശം നല്ലൊരു വൈദ്യുതി തന്നെയാണ് ഈ വീട്ടിലേക്കുള്ള ഉപയോഗം. ഏകദേശം ഒരു 3 ഫേസ് വൈദ്യുതിയാണ് ഈ വീട്ടിലേക്കുള്ള ഉപയോഗം എന്നാണ് നമുക്ക് അറിയുന്നത്. ഇതാണ് ഈ വീട്ടിലേക്കുള്ള വൈദ്യുതിയുടെ കണക്ഷൻ പോയിൻ്റ് KSEBയുടെ. ഇതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിൻ്റെ അപായം എഴുതിയ വൈദ്യുത ബോക്സ്. മെയിൻ സ്വിച്ച് ഇതിനകത്താണ് പ്രവർത്തിക്കുന്നത് ഗൈസ്. നല്ല മൂത്ത കരിക്കുണ്ട്. അനുവാദമില്ലാതെ നമുക്കത് പറിക്കുവാനൊന്നും സാധിക്കില്ല. നടക്കുമ്പോൾ ഈ വീടിൻ്റെ ഒരു അശരീരി സൗണ്ട്, നമ്മൾ നടക്കുന്ന സൗണ്ട് നമുക്ക് റിപ്പീറ്റ് കേൾക്കുന്നതായിട്ട് സാധിക്കും. അതാണ് ഈ വീടിൻ്റെ പരിസരങ്ങളുടെയും ഒരു പ്രത്യേകത. തേക്കിൻ്റെ ഡോറാണെന്നാണ് നമ്മുടെ സങ്കല്പം. ലോക്കാണ് ഈ ഒരു ഭാഗവും, അതുപോലെ ഈ ഒരു ഭാഗമെല്ലാം. നമുക്ക് ഈ കസാരയിലൊന്ന് ഇരുന്ന് നോക്കാം. നല്ല രസമുണ്ട് ഗൈസ്. 4 കസാരയോടുകൂടി ഒരു സെറ്റപ്പാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ വേറൊരു ഭാഗത്തേക്ക് നമ്മൾ യാത്രയാവുകയാണ്. മൊത്തം CCTVയാൽ സുരക്ഷിതമാണെന്നാണ് കരുതുന്നത്. പക്ഷേ CCTV പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. കാരണം ഒന്നാമത്തെ ഉദാഹരണമാണ്, ഇവിടെ ഇത്രയും പനയൊക്കെ വൃത്തികേടായി വളർന്നിരിക്കുന്നു, അല്ലെങ്കിൽ വീടിന് അലങ്കോലമായിട്ട് വളർന്നിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നമുക്കൊരു CCTV കാണാം. ഇതുണ്ടോ, ഇവിടെ ഒരു CCTV വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ ഓലയുടെ ശിഖരങ്ങൾ കാരണം നമുക്കത് അതിൻ്റെ ദൃശ്യങ്ങൾ, അതായത് അത് ഫോക്കസ് ചെയ്യുന്ന ദൃശ്യങ്ങൾ അത് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പം ഈ സ്വിമ്മിംഗ് പൂൾ എങ്ങനെയെങ്കിലും വൃത്തിയാക്കിയിട്ട് ഇത് നമുക്ക് കുളിക്കാൻ അനുവദിക്കുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഇതിൻ്റെ ജോണി ചേട്ടൻ്റെയോ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം. ഈ വീട് വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് എന്നാണ് പൊതുവേ ഒരു പറച്ചിൽ കേൾക്കുന്നത്. കുറേ കേസുകളിൽപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ദുബായിൽ അനധികൃതമായ കള്ളക്കടത്ത്, എണ്ണ കച്ചവടത്തിലൂടെ ഉണ്ടാക്കി സമ്പാദിച്ച സമ്പാദ്യം അനുഭവിക്കാൻ ജോയിച്ചേട്ടന് കഴിഞ്ഞില്ല. ദൈവം ഇതിൻ്റെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് അരുളി ചെയ്തതാണ് നമ്മുടെ ജോയിച്ചേട്ടന്, അറയ്ക്കൽ ജോയിക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പം പുള്ളിയുടെ ശവശരീരമാണ് 2020 ഈ വീട് പണി പൂർത്തിയാക്കിയപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഉമ്മറത്ത് ആ വീട്ടിലെ രക്തബന്ധങ്ങളും ഭാര്യയും കുട്ടികളും അനിയനും ചേട്ടനും എല്ലാവരും ഒരുമിച്ചിരുന്ന് സെൽഫിക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു ഭാഗത്ത് ജോയിച്ചേട്ടൻ്റെ മൃതദേഹമാണ്
നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഗൈസ് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം നമുക്ക് ഈ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് ഒന്ന് കയറുവാനോ അല്ലെങ്കിൽ ഈ വീടിൻ്റെ മുതലാളിയോടോ ഒന്ന് സംസാരിക്കുന്നതിനൊന്നും നമുക്ക് സാധ്യമല്ല. നമുക്ക് ഈ വീടിൻ്റെ പുറം ഭാഗം എങ്ങനെയാണോ ഫുള്ള് പച്ചില കാടുകളും കൗതുക പനകളുമാണ് ഈ വീടിൻ്റെ ഭംഗി എടുത്തു പറയുന്നത്. ഫുൾ മതിൽക്കെട്ടുകളാണ്. അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഞാൻ തിരിച്ചു വന്ന വഴിയിലൂടെ തന്നെ പോവുകയാണ്. ഒന്നും കൂടി ഈ വീടിൻ്റെ ഉമ്മറ ഭാഗം നമുക്ക് ചിത്രീകരിക്കാം. ഫുള്ള് കൗതുക വൃക്ഷങ്ങളാണ്, വൃക്ഷലതാദികളാണ്. നല്ല പൂക്കളോടുകൂടി നമുക്ക് കാഴ്ചകൾ കാണിക്കുന്നത്. ഇത് വേറൊരു പുതുമുഖമാണ്. ഇത് വീടിൻ്റെ മനോഹാരിത ഒന്നും കൂടി നമുക്ക് പകർത്താം. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഉമ്മറ ഭാഗം. ഇവിടെയാണെന്നാണ് കരുതുന്നത്. ജോയിച്ചേട്ടനും ഭാര്യയും എല്ലാവരും ഈ ഒരു ഭാഗത്ത് എന്തോ ഡെസ്കോ ബെഞ്ചോ ഒക്കെ വെച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അല്ലെങ്കിൽ 2020 ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ആ വീഡിയോ ചിത്രീകരിച്ച് നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയെല്ലാം കണ്ടു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരിലേക്കും നമ്മുടെ ജോയിച്ചേട്ടൻ്റെ കഥ എല്ലാവരിലേക്കും എത്തിക്കുക. ഈ വീഡിയോ മാക്സിമം എല്ലാവരും കാണുന്നത് ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും, എല്ലാ മലയാളികളിലേക്കും എത്തിക്കുക. താങ്ക് യു വെരി മച്ച്.